അപ്പം എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിതപ്പോൾ ഞങ്ങൾ വീടല്ല മതിൽ പണിയൊക്കെ കഴിഞ്ഞ് ഫുള്ള് തിരക്ക് ഞങ്ങൾ കഴിഞ്ഞ് ഫുൾ ഫ്രീ ആയിട്ടുണ്ട് എൻ്റെ വാപ്പയൊക്കെ. അപ്പോൾ ഇത് രാവിലെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു ട്രിപ്പ് പോയരുതി. അന്നൊരു ദിവസം ഞങ്ങൾ പോയരുതിട്ട് കുറച്ച് കാരണം കൊണ്ട് ഞങ്ങളൊന്നും പോയില്ല. പിന്നെ ഞങ്ങൾക്ക് ഇതൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് പോകാനുള്ള സമയം കിട്ടിയില്ല. ഞങ്ങൾ 4:00 പോകണമെന്നായിരുന്നു കരുതിയത്. ഇപ്പം 5:37 ആയിട്ടുണ്ട് സമയവും. ഞങ്ങൾ എപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇമ്മ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഇവിടെ 2 പെട്ടി സാധനങ്ങളൊക്കെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി പോകാം. ഞാനിത് എൻ്റെ പിയും ഒന്നിനൊച്ച പോയിതാ ഇത് വർക്കാവും. എൻ്റെ ഈ ഒരു ബാഗും ഈ ബാഗിന് ഞാൻ കുറച്ചിൻ്റെ പേസ് കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളത് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാണെങ്കിൽ മേടിക്കാനാണ്. ഇതെൻ്റെ കാക്കൻ്റെ ഒരു ഗ്ലാസ്സാണ്. ഇതിൻ്റെ വാപ്പാൻ്റെ പെട്ടിയാണ്, പക്ഷെ ഉള്ളിൽ ഇരിക്കുന്നത് ഇതിൻ്റെ ഗ്ലാസ്സാണ്. ഇതാണ് എൻ്റെ ഗ്ലാസ്. വേറെ ഒന്നുകൂടി ഉണ്ട്, പക്ഷെ വേറെയാണ്. ഈ ഒരു ബാഗിൽ ഞാൻ വേറെ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പുതപ്പും കാര്യങ്ങളും. പിന്നെ പെട്ടി 2 ചെറുതെടുത്തിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് വലുത് എടുത്തിരുന്നത്, പിന്നെ ഞങ്ങൾ ചെറുതാക്കി. അപ്പോൾ ഗൈസ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ മദ്രസക്ക് പോയില്ല. പിന്നെ സ്കൂള് ശനിയാഴ്ചയാണ്, അപ്പോൾ ഞായറാഴ്ചയാണ്. വാപ്പ പറഞ്ഞു സ്കൂൾ ഇട്ടിട്ട് കളിയില്ല പറഞ്ഞു. മദ്രസ 2 ദിവസം പോകും, അല്ലാതെ വേറെ നിർത്തിയില്ല. നമുക്ക് ക്ലാസ് സ്റ്റാർട്ടാം. അപ്പം ഫ്രണ്ട്സ് ഞങ്ങൾ വീട്ടിൽ നിന്ന് എപ്പോഴും കറി കൊണ്ടതാണ്. എന്നിട്ട് ഇവിടുന്ന് എന്തെങ്കിലും പൊറാട്ട എന്തെങ്കിലും മേടിക്കലാണ്. അപ്പോൾ എൻ്റെ വാപ്പ പൊറാട്ടയും പിന്നെ നെയ്പ്പത്തിലും എന്തെങ്കിലും മേടിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഒരു കുറച്ച് മിഠായിക്കുള്ള കളറിന് മുന്നിലാണ് ഞങ്ങൾ കൊണ്ടു നിർത്തിയത്. അപ്പോൾ ഇതാ ഒരു 5 ഉറുപ്പ്യയുടെ ഒരു ചെറിയൊരു പുളിയിഞ്ചി മേടിച്ചു. പിന്നെ വട്ടപ്പുളിയിഞ്ചി മേടിച്ചു. ഞങ്ങളുടെ നാട്ടിൽ ഇതിനൊക്കെ 5 രൂപ ഉള്ളൂ. പിന്നെ ഇത് ഇവിടുത്തെ എന്തോ ഒരു സ്പെഷ്യൽ ഐറ്റാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇന്നിപ്പോൾ എന്തോ ഒരു മധുരം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല. അമ്മക്കും അത്രയ്ക്ക് ഇഷ്ടമായിട്ടില്ല. അപ്പം ഇനി ഞങ്ങൾക്ക് പോകാം ഗൈസ്. അപ്പം ഞങ്ങൾ അങ്ങനെ പോകുമ്പോൾ കുടിക്കാനായിട്ട് കപ്പ ചിപ്സ് മേടിക്കാനായിട്ട് നമ്മളിവിടെ നിർത്തിയിരിക്കണം. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പുളിയിഞ്ചി ഇത്രയേ ആയിട്ടുള്ളൂ. നല്ല രസമുണ്ട് കേട്ടോ. നമ്മളെ നാട്ടിലൊക്കെ 5 രൂപ ഉള്ളൂ. അപ്പോൾ ഇതാ അവിടെ ചെറിയൊരു പള്ളിയുണ്ട്. നമ്മൾ ലൈറ്റുമ്മയ്ക്ക് അതാ കുരങ്ങൻ കയറി നിൽക്കണ്ട. കുരങ്ങൻ ലൈറ്റ് തിന്നായിരുന്നാൽ മതി. അപ്പോൾ നല്ല അങ്ങനെ അറിയാം, നല്ല ചന്തല്ല ഉണ്ട മകളുടെ കുരങ്ങനാണ്. അപ്പോൾ ഗൈസ് ഇത് നമ്മൾ അന്ന് നേരത്തെ മേടിച്ച പൊറോട്ട ആയിരുന്നു. ഞങ്ങൾ ചിക്കൻ കറി കൊടുന്നിരുന്നു, ചില്ലി ചിക്കനും കൊടുന്നിരുന്നു. അപ്പോൾ ഇനി നമ്മൾക്ക് ഇത് കഴിക്കണം. ഞങ്ങൾ എപ്പോഴും ഞങ്ങളിങ്ങനെ കൊണ്ടുവരില്ല കേട്ടോ. അപ്പം എൻ്റെ കാക്കും എൻ്റെ വാപ്പ എല്ലാവരും നിന്നവിടെ കഴിക്കുന്നുണ്ട്. എൻ്റെ അമ്മ കഴിക്കാൻ നോക്കുകയാണ്. എൻ്റെ അമ്മേനെ വീട്ടിൽ അതുകൊണ്ട് അമ്മ തിന്നുന്നില്ല. എനിക്ക് ബോറടിച്ചു. അപ്പം ഞാൻ ഈ പുളിയിഞ്ചി ഞങ്ങൾ പൊട്ടിച്ചിട്ടില്ല. അപ്പം ഞാനിത് ഇന്ന് പിച്ച് കളിച്ചാണ് ഞാൻ വരുന്നതാണ്. മോളെ ഞങ്ങള് മൈസൂർ കൂടെ പോയിട്ടാണ് ഊട്ടിക്ക് പോണത്. അപ്പൊ മൈസൂർക്കാണ് ഞങ്ങൾ നേരം പോണത്. മൈസൂരില് സൺഫ്ലവറൊക്കെ കുറേ ഉണ്ട് പറഞ്ഞു. സൺഫ്ലവർ വെച്ചിട്ടുണ്ട് മറ്റേക്ക്. ഞങ്ങൾ അതൊക്കെ കണ്ടിട്ടാണ് പോണത്. അയാളെന്താ വണ്ടി ഇതെന്തോ ക്യാമറമാൻ ചെറിയ സമയത്ത് എന്താ മിസ്സാകും അതുണ്ടാവും. ഞങ്ങൾ ഗൂഡല്ലൂർ കാടെത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി എന്തെങ്കിലും മൃഗങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ കാണും. നേരെ
എന്തൊക്കെ ഉണ്ടാവും നോക്കിക്കൊള്ളി മക്കളെ. ഈ തലത്തൊന്നും ഉണ്ടാവില്ലേ? ഇവിടെ ആനയും മാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങള് വന്നിട്ട് കണ്ടിട്ടുണ്ട്, കൊറേ മാനൊക്കെ കണ്ടിട്ടുണ്ട്. ഞങ്ങള് കയറിയിട്ടുള്ളൂ, അതാണ് ഒന്നും കാണാത്തത്. അങ്ങനത്തെ ഒരു പ്രശ്നം കൂടിയുണ്ട്. നല്ല മാനുകളുണ്ട്, കൊറേ നല്ല രസമുണ്ട്, കൊറേ ഉണ്ട്. 20 അതാ കലമാനതാ കൊമ്പുള്ള മാനില്. കൊറേ മാനിനെ പിന്നെ കണ്ടു. കൊണ്ടുപോയാലും മാനേശ് കഴിക്കുക. അതാ എനിക്ക് ആ മാന ഇഷ്ടം. എന്റെ കൊമ്പ് കണ്ടു അതുകൊണ്ടോ റൈറ്റ് പോയി കഴിഞ്ഞാല് നമ്മൾക്ക് മസനഗുഡി എത്തും. പക്ഷെ നമുക്ക് റൈറ്റ് അല്ല പോകേണ്ടത്, നമുക്ക് ലെഫ്റ്റ് ആണ്. നമ്മളെ റൈറ്റ് പോകും, ലെഫ്റ്റ് ചേർന്നിട്ട് അവിടെ സൺഫ്ലവറും ചെണ്ടുമല്ലിക ഉണ്ടോ ഉണ്ടതാവോ. റീൽസിലും എല്ലാവർക്കും പറയുന്നുണ്ട്. നമ്മളെന്തായാലും കിണ്ണാവും. ഞങ്ങൾ ഇവിടെ എത്തി. അവിടെ ചെക്കുള്ള പോസ്റ്റ് ഇങ്ങനെ അടിച്ചു വെക്കുന്നു. കർണാടക ബസ് എന്തോ എടുത്തിട്ട് പോണെന്നുണ്ട്. അവിടെ ചെക്കിങ് അല്ലേ? ആണുങ്ങൾ കൂടുതൽ. വെൽക്കം ടു കർണാടക സ്റ്റേറ്റ്. எப்படி இருக்கு? நல்லா இருக்கு. അതാ പുലി, കണ്ടോളി, അതാ മക്കളെ പുലി 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 പുലി. അത് ആനയുടെ തലയും. இல்ல சார் என்னமோ இருக்கு. அடியாடியா இல்ல சார், போங்க போங்க. இல்ல சார், വാങ്ങിയത് പുതിയല്ലോ. നീ എങ്ങനെയാ ഇത് പുളിയഞ്ചെടുക്കുക? ഇത് നല്ല പ്രാക്ടിക്കലാണ്. ഇത് നമ്മളെല്ലാവരും കണ്ടറിഞ്ഞ് നല്ല മലയാളികൾക്കേ ഇതറിയുള്ളൂ. നമ്മളിങ്ങനെ എടുക്കണം, നമ്മൾ കൈ മാറ്റം ചെയ്യും. നമ്മളിങ്ങനെ തിന്നണം. എന്റെ കാക്കു പറഞ്ഞത് നമ്മളെ കൈ ഉപ്പ് കൂടുമ്പോഴായാലും ഉപ്പും പുളിയൊക്കെ കൂടുള്ളത് പറഞ്ഞത് അല്ലേ? അപ്പൊ ഗൈസ്, ഞാൻ പറഞ്ഞതിലെ 2 പെട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു പെട്ടി വെച്ചപ്പോൾ നേരത്തെ ഇതിന് ഡിക്കി തുറന്നപ്പം അത് വീണു. അപ്പോൾ ഇവിടേക്ക് വെച്ചപ്പോൾ ഇവിടെ എൻ്റെ ബെഡ്റൂമാണ്. അപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ട്
അത് പഴങ്കലയിക്കാണ് കേട്ടോ. ഞാനിപ്പോ ഇവിടേക്ക് ടെടീനെടുത്തപ്പോ അപ്പൊ ഇതിനെടുത്തിട്ട് ഞാൻ അങ്ങോട്ട് വെച്ചു. അപ്പൊ നമ്മള് ഇനി ഭ്രാന്ത് വന്നിട്ട് നമ്മള് ഇപ്പൊ ഇങ്ങനെയാണ് എന്തോ പറ്റി എപ്പോഴും കാലം ഇങ്ങനെ താഴ്ത്തിട്ട് കുറച്ച് ആദ്യമാവും. ഇപ്പൊ ഞാനിങ്ങനെ മോഡലൊക്കെ മാറ്റി കാല് എങ്ങനെ വെക്കണം ഉസ്താദ് പറഞ്ഞത്. കാര്യം എന്നോട് ചോദിച്ചു എന്താ എനിക്കിങ്ങനെ എപ്പോഴും അധികം എനിക്കിങ്ങനെ കളിയെത്തിക്കുന്ന ഇഷ്ടം. അപ്പൊ ഞാൻ മദ്രസ ഇങ്ങനെ കളിച്ച് വെച്ച പുസ്തകം വെച്ചു ഇൻഷ കാൽമൊക്കെ കാലി കയറ്റി വെക്കാൻ പറ്റില്ല. വേറെ ക്ലാസ് എടുത്ത ഞങ്ങൾ റെസ്റ്റ് ചെയ്യാൻ ഇറങ്ങിക്കാണ്. അവിടെ ദൂരത്ത് കുറേ മഞ്ഞുണ്ട്. പക്ഷെ നമ്മൾക്ക് ഇവിടെ നുള്ളു തുറുമ്പാടാണ്. അപ്പൊ അതാ എൻ്റെ കാത്ത് പോകണം. ഇത് നമ്മളവിടെ ഉള്ള ഫുള്ള് കർണാടക വണ്ടികളാണ്. അതാ മാനകള് ദൂരത്ത് അവിടെ മാനുകൾ കുറേ ഉണ്ട്. പക്ഷെ നമ്മൾക്ക് അവിടെ കാണാൻ പറ്റുന്നില്ല. കുഞ്ഞുങ്ങളൊക്കെ പോണോ? കുഞ്ഞു കാലില്ലേ നല്ല രസമുള്ള റൂബിടെ പോയിട്ട് വാന റോത്തിക്കൊണ്ടാല ഐശ്വര്യമുള്ള മുറിയമ്മ. എല്ലാ അന്തംഗാമികളുടെ ശ്രദ്ധയ്ക്ക് ആരും ബളിക്ക് വീഴരുത്. ബളിക്ക് വീണ എല്ല് മാത്രം ഉണ്ടാവും. പുലി ആനൊക്കെ തിന്ന് കൊണ്ടുപോകും. അപ്പോ എല്ലാ തര അന്തം കമ്മികളും ശ്രദ്ധിക്കണം. ശുഭദിനം. അസ്സലാമു അലൈക്കും. എന്താ പറയാ? ഞാൻ എന്ത് പാട്ടാ പാടുന്നമ്മ? പാട്ട് പാടാ പറയാ. സ്വർണ്ണക്കിളികൾ പാടൂല. അതൊക്കെ അറിയൂല. സൂര്യ ഉച്ചലേ കിട്ടുള്ളൂ. അതാ ചെണ്ടുമല്ലി ഓറഞ്ച് കളറിലേ. അപ്പൊ എല്ലാ അന്തംഗമികളും വിളിക്ക് വീഴാതെ ചെണ്ടുമല്ലികളൊക്കെ പോയി കാണുക. നന്ദി, നമസ്തേ. ട്രൗസറും ഇവിടെ കൊറേ ജമന്തി പൂക്കളുണ്ട്. ചെണ്ടുമല്ലി ചെണ്ടുമല്ലിപ്പാടം. എന്താണ് മക്കളെ ചെണ്ടുമല്ലിപ്പാടം ആണ്. എന്തൊക്കെ കുഴിച്ചിട്ടോണം ഇപ്പം അപ്പോൾ എൻ്റെ രണ്ടന്തംഗമ്മികളും വിളിക്ക് വേണ്ടി കാറിനുള്ളിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടന്തംഗമ്മികൾ പുറത്തേക്ക് ഇറങ്ങി. ഇത്തിരിക്കാപ്പെട്ട മുളകാ ബജി മേടിക്കണം. വട വേണം എനിക്ക്. വളി വലിയ മേടിച്ചു. വളി
ഒരു കൊന്നത്ത് ഞങ്ങൾ നിർത്തിയിട്ടാണ്. പിന്നെ ഞങ്ങളുടെ ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. നട്ടുവീഴ്ചയാണ് നല്ല പൂവൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ സാധാ കുറച്ച് തീ ഞങ്ങളിതാ ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ കുറേ കുതിരകളെ കണ്ട്. കുതിരയുണ്ട്, 2 കുത്തിയിട്ടുണ്ട്. അപ്പോൾ പോവാൻ ചെറിയ പേടിയുണ്ട്. അപ്പോൾ ഞങ്ങൾ പോണില്ല. ഞാൻ പോണില്ല. അതാ കാലിക്ക് ഞങ്ങൾ അങ്ങോട്ട് പോകാന്നപ്പോൾ ഞാൻ ഉണ്ട് എന്നിട്ട് ഞാൻ നമ്മൾക്ക് റൂബിക്ക് കുറച്ച് രോമം കിട്ടുവാണ് അവത്. ആറാ വാലിട്ടിയാ പറ്റിയെന്നു. അപ്പൊ ഗൈസ് ഇത് ഞാൻ വീണ്ടും മാറ്റിയിട്ടുണ്ട്. നിങ്ങളെ എടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റി. ഞങ്ങൾ വെറുതെ കുറെ നേരമല്ലേ തോന്നിയിട്ട്. അപ്പൊ ഞങ്ങൾ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് ചെയ്തിട്ട് ഞങ്ങൾ ഇറങ്ങി ഒതുകൈ ഉറപ്പിച്ചിട്ടുണ്ടോ. അപ്പൊ ഞമ്മക്ക് ഇനി നേരെ അങ്ങോട്ട് പോകാം. അതിനെ അവർക്ക് റൂം ചെറുത. നടന്നാ എവിടെ എത്തും? പാട്ടുപാട് ചെറിയൊരു കോപ്പിയാണ്. കോപ്പി ആയതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം. ഏത് മൂഡ്, ഊട്ടി മൂഡ്, ഏത് മൂഡ്, തണുപ്പ് മൂഡ്, ഏത് മൂഡ്, വിന്റേജ് മൂഡ്, ഏത് മൂഡ്, ഊട്ടി മൂഡ്, ഏത് മൂഡ്, അതാ മാറി. അപ്പൊ ഗൈസ് രാത്രികാല കാഴ്ച. ഭയങ്കര ട്രാഫിക്കാണ്. കുറെ സാധനങ്ങളുണ്ട്. ഒരു കട കേട്ടോ, ഇങ്ങനെ ക്യൂട്ട് സാധനങ്ങളായിട്ട് ഇവിടെ എടുത്തിട്ടാണ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ എടുത്തിട്ടാണ് കാണിച്ചു തരാം. തണുപ്പുണ്ടോ പറഞ്ഞ? തണുപ്പുണ്ട്. എന്റെ അമ്മക്ക് ഇതുണ്ടായിരുന്നു. അത് കാണാനില്ല. ഒരു ക്യൂട്ടായിട്ടുള്ള ക്രാഫ്റ്റിന്റെ സാധനങ്ങളൊക്കെ അവിടുത്തെ കാണാനില്ല. നല്ല യൂട്ടി സാധനങ്ങളായിരുന്നു. നൈറ്റ് കളറ്. ഗൈസ് ഇവിടെ കുഞ്ഞൊരു വാട്ടർഫാൾസ് നല്ല രസം. ഇതിൻ്റെ ഈ കളർ ലൈറ്റ് ഒക്കെ കത്തിച്ചിട്ടുണ്ട്. ഗൈസ് ഞാൻ പറഞ്ഞ കട കാണാനില്ല. ഇതിലൂടെ പൊളിച്ചു കളഞ്ഞെന്നൊക്കെ തോന്നുന്നു. നല്ല Omega. Astoria. ഇവിടെ നല്ലൊരു വൈബുള്ളൊരു സ്ഥലം കണ്ട് ഞങ്ങളിവിടെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് റോഡ് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്ത് ചെറിയൊരു ഫ്ലവർ ഉണ്ട്. ഞാൻ എല്ലാവരും കാണിച്ചു തരാം. അവിടേക്ക് കുറേ ഉണ്ട്. ഇവിടെ കുറച്ചേ ഉള്ളൂ. എവിടെ എന്ത് ഫ്ലവറാ? അവിടേക്ക് കുറേ ഉണ്ട്. ഇതാ ഞാൻ പറഞ്ഞ നല്ല ഫ്ലവർ. നല്ല രസമുണ്ട് കേട്ടോ. ഒക്കെ വലിയ ഇഷ്ടമായി. ഞാൻ അന്നിൻ്റെ നടത്തത്തിലില്ലേ അമ്മ, ഈ പൂ കുറച്ചിട്ടാണ് നടന്നത്. നല്ല പൂവ്.
ഐശ്വര്യമുള്ള പൂവാ, ചെറുള്ള പൂ. ഗൈസ്, നമ്മൾ ഇങ്ങനത്തെ പൂവൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും അയ്യോ പിക്ക് ചെയ്യാൻ മറക്കരുത്. നല്ല ഫ്ലവർ. ഇനി നമുക്ക് തിരിച്ചങ്ങോട്ട് പോകാം. ഗൈസ്, ഇതാണ് നമ്മള് ഉദ്ഘൈ. അപ്പോൾ നല്ല വീടുണ്ട്. വാപ്പത്താർക്കൊക്കെ എനിക്ക് എൻ്റെ വായ എന്തോ പോലെയാവണം. വായ പച്ചവെള്ളത്തിന് ടേസ്റ്റ്. അതന്നെ സംഭവം. നമുക്ക് ഇതിൻ്റെ പൂവ് ഇതിലിടാം. എനിക്ക് ഈ പൂവും കൊണ്ട് കുറച്ച് പണികൾ എന്തേ എന്താ ഞാൻ നോക്കണം. കണ്ടുകൊണ്ട് അവിടെ നല്ലൊരു വെള്ളച്ചാട്ടം കണ്ടിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഞാനാണ്